ഹലോ ഗൈസ്. അപ്പം ഇന്ന് ഇന്ന് കോമഡി വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇന്ന് പെട്ടെന്ന് ഞാൻ വന്നത് തുടരും മൂവീൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ തുടരും മൂവി ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ സാറ്റർഡേ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഫേസ്ബുക്കിലൊക്കെ നല്ല റിവ്യൂ തുടരും മൂവീൻ്റെ. ഞാൻ നേരത്തെ പോസ്റ്റർ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാധാ ഫാമിലി മൂവി ആയിരിക്കും. അപ്പം ജസ്റ്റ് മൂവി റൂൾസിലൊക്കെ വരുമ്പം ഞാൻ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സാറ്റർഡേയിൽ ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്തായാലും പോയി കാണണമെന്ന് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ 3 വർഷമായിട്ട് ഇവിടെ ഒമാനിൽ തിയേറ്ററിൽ പോയി കാണുന്നില്ല. കാരണം കുഞ്ഞുണ്ടായതിന് ശേഷം അറിയില്ല അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അവൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പക്ഷേ തുടരും മൂവിൻ്റെ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരാഗ്രഹം എന്നാൽ പിന്നെ ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണമെന്ന്. കാരണം റിവ്യൂക്കകത്ത് ഒരു ആൻറ്റി കരഞ്ഞ് പറയുന്നു ഞങ്ങളുടെ മോഹൻലാലിനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയെന്ന്. പിന്നെ വേറൊരാൾ പറയുന്നുണ്ട് ദൃശ്യം മൂവിനെക്കാട്ടിലും കടത്തി വെട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ പോയി കാണാമെന്ന്. അങ്ങനെ തുടരും മൂവി പോയി കണ്ടു. അടിപൊളിയാണ്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയത്തുള്ളൂ. ലൈക്ക് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയത്തുള്ളൂ. ഇത് അടിപൊളി മൂവിയാണ്. ഒരു എന്താ പറയുക, ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ഫാമിലി എൻ്റർടൈനറാണ്, കോമഡി ഉണ്ട്, എല്ലാം പാക്ഡ് പവർ പാക്ക് ഒരു മൂവിയാണ്. നിങ്ങളെല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട ഒരു മൂവിയാണത്. മോഹൻലാലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല ഈസ് എ കംപ്ലീറ്റ് ആക്ടർ. പിന്നെ പോലീസായിട്ട് അഭിനയിച്ച ജോൺ സാർ അടിപൊളിയാണ് കേട്ടോ. ജോൺ സാർ ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്ന ആ ക്യാരക്ടർ ചെയ്ത ആൾ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ആക്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നല്ല എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സൊക്കെ ആക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ പിടിച്ചിരുത്തും കേട്ടോ ആ മൂവി. ഏകദേശം ദൃശ്യത്തിൻ്റെയൊക്കെ അടുത്ത് ആ മൂവി വരുന്നുണ്ട്. പിന്നെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും പോയിരുന്ന് കാണണം. കൊടുക്കുന്ന കാശിന് നമുക്ക് നല്ലൊരു മൂവി നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. നമ്മുടെ കാശൊന്നും വേസ്റ്റായി പോകില്ല തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മൂവി. പിന്നെ എല്ലാവരും പിന്നെ അടുത്തത് പറയുന്നത് ഈ മൂവിയും പിന്നെ എമ്പുരാൻ മൂവിയും കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. എമ്പുരാൻ മൂവി ഞാൻ കണ്ടിട്ടില്ല. എമ്പുരാൻ്റെ റിവ്യൂ കണ്ടപ്പോഴേ ഞാൻ എമ്പുരാൻ കാണണ്ടെന്ന് തീരുമാനിച്ച ഒരാളാണ്. വെറുതെ നമ്മൾ 2-2.5 മണിക്കൂർ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കണ്ടില്ല. എൻ്റെ ഹസ്ബൻഡ് കണ്ടു. ഹസ്ബൻഡിന് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും